അപ്പോൾ ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോ മൈക്രോ മോളിക്യൂൾ ആൻഡ് ബയോ മാക്രോ മോളിക്യൂൾ. എന്താണ് ബയോ മൈക്രോ മോളിക്യൂൾ എന്ന് വെച്ചാൽ, എന്താണ് ബയോ മാക്രോ മോളിക്യൂൾ എന്ന് വെച്ചാൽ. ഓക്കെ, സോ ഹിയർ നമ്മൾ ഒരു സെല്ല് ഫ്രാക്ഷനേഷൻ ചെയ്തപ്പോൾ, അതായത് സെല്ലിൻ്റെ വോളൊക്കെ പൊട്ടിച്ച്, പ്ലാന്റ് സെല്ലാണെങ്കിൽ സെൽ വോൾ ഓപ്പൺ ചെയ്ത് സെൽ മെംബ്രെയിൻ ഓപ്പൺ ചെയ്ത് നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് സൈറ്റോപ്ലാസം ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ മോളിക്യൂൾസിനെയും സെപ്പറേറ്റ് ചെയ്ത് വി ഹാവ് ഫിൽറ്റേർഡ് ത്രൂ എ ഫിൽറ്റർ ആഫ്റ്റർ ഗ്രൈൻഡിങ് ഇൻ ദ ട്രൈക്ലോറാസിറ്റിക് ആസിഡ്. നമ്മൾ ട്രൈക്ലോറാസിറ്റിക് ആസിഡിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് അതിനെ ഫിൽറ്റർ ചെയ്തിട്ട് നമ്മൾ 2 ഫ്രാക്ഷനാക്കി മാറ്റി അല്ലേ. ഒന്ന് സോളിഡ് ഫ്രാക്ഷൻ, ഒന്ന് ലിക്വിഡ് ഫ്രാക്ഷൻ, അതായത് ഒന്ന് ഫിൽട്രേറ്റും ഒന്ന് സെഡിമെന്റും. സോ ഹിയർ വി ക്യാൻ സേ ഫിൽട്രേറ്റ്. ഇൻ ദാറ്റ് ദ മോളിക്യൂൾ വിച്ച് ഈസ് പ്രസന്റ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ആസിഡ് സോലിബിൾ പൂൾ കണ്ടെയ്നിങ് മോളിക്യൂൾസ്. അതായത് ആസിഡ് സോലിബിൾ പൂളിൽ, അതായത് ട്രൈക്ലോറോഅസെറ്റിക് ആസിഡിൽ സോലിബിളൈസ് ആയിട്ടുള്ള മോളിക്യൂൾസ് എവിടെ കാണും? ഈ ആസിഡ് സോലിബിൾ പൂളിൽ അല്ലെങ്കിൽ ഫിൽട്രേറ്റ് ഫ്രാക്ഷനിൽ കാണും. അതേപോലെ the molecule which is not able to dissolve in that acid as it is big size, അവരുടെ സൈസ് വലുതായതുകൊണ്ട് ആസിഡിൽ ഡിസോൾവ് ചെയ്ത് ഫിൽറ്റർ വഴി അതിന് ഫിൽട്രേറ്റിന്റെ ഉള്ളിലേക്ക് പോരാൻ പറ്റാത്ത മോളിക്യൂള് ആസിഡ് ഇൻസോലിബിൾ പൂളിലും സെപ്പറേറ്റ് ചെയ്തു അല്ലേ. So here we can get two fraction as acid soluble pool and acid insoluble pool. Acid soluble pool കാണുന്ന ഓർഗാനിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിച്ച കുറെ മോണോമേഴ്സ് ഉണ്ടല്ലോ. നമ്മൾ പറഞ്ഞു ദ പ്രോട്ടീൻ മോണോമർ ഈസ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞു. അതേപോലെ പോളിസാക്കറൈഡ് മോണോമർ ഈസ് സിംഗിൾ ഷുഗർ മോളിക്യൂൾ എന്ന് പറഞ്ഞു. അതുപോലെ വി സ്റ്റഡി ദ മോണോമർ ഓഫ് ന്യൂക്ലിക് ആസിഡ് ദാറ്റ് ഈസ് ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു. ന്യൂക്ലിയോടൈഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പെന്റോസ് ഷുഗർ, നൈട്രജൻ ബേസ് ആൻഡ് ഫോസ്ഫോറിക് ആസിഡ്. ഇത് 3 ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ മോളിക്യൂൾസ് ആണ് എവിടെ കാണുക? ആസിഡ് സോലിബിൾ പൂളിൽ കാണുക. ആസിഡ് ഇൻസോലിബിൾ പൂളിൽ നമുക്ക് കിട്ടുന്ന ഏതൊക്കെയാന്ന് വെച്ചാൽ ദ പ്രോട്ടീൻ മോളിക്യൂൾ, പോളിസാക്കറൈഡ്, nucleic acid and lipid molecule. Okay, so here we can say the weight of this compound, according to that it has been fractionated into acid soluble and acid insoluble pool. Idinte weight അനുസരിച്ചാണ് ഇത് ഫ്രാക്ഷനേറ്റ് ചെയ്തിട്ടുള്ളത്. So here we can see 8 Dalton to 800 Dalton, 8 Dalton to 800 Dalton മോളിക്കുലാർ വെയിറ്റ് ഉള്ള കോമ്പൗണ്ട്സ് ഒക്കെ എവിടെ വന്നു? ആസിഡ് സോലിബിൾ പൂളിൽ വന്നു. സോ ഹിയർ വി ക്യാൻ സേ ലെസ് ദാൻ 1000 Dalton മോളിക്യൂൾ ഇറ്റ് ഹാസ് കം ഇൻ ദ ആസിഡ് സോലിബിൾ പൂൾ. ലെസ് ദാൻ 1000 Dalton, less than 1000 Dalton molecular weight containing compounds or molecular weight ഉള്ള compounds ഒക്കെ എവിടെ വന്നു? It has come in this acid soluble pool. So this molecule means the molecule with less than 1000 Dalton molecular weight, that is called as the bio micro molecule. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? bio micro molecule എന്ന് പറയാം. And we can see in this fraction we can see more than 10,000 Dalton, more than 10,000 Dalton molecular weight ഉള്ള എല്ലാ കോമ്പൗണ്ട്സും ഇതിനകത്ത് വന്നു? ആസിഡ് ഇൻസോലിബിൾ പൂളിൽ വന്നു. ദാറ്റ് ഈസ് കോൾഡ് ആസ് ബയോ മാക്രോ മോളിക്യൂൾ. അപ്പൊ നമ്മൾ ബയോ മൈക്രോ മോളിക്യൂൾസ് എന്തൊക്കെയാണെന്നാ പറഞ്ഞത്? മോണോമർ ഓഫ് ദിസ് പ്രോട്ടീൻ അമിനോ ആസിഡ്, മോണോമർ ഓഫ് ദിസ് പോളിസാക്കറൈഡ് സിമ്പിൾ ഷുഗർ, മോണോമർ ഓഫ് nucleic acid nucleotide, components of nucleotide, pentose sugar, nitrogen base and phosphoric acid, and lipid also came under this bio macro molecule. Okay, അപ്പോൾ ഇത്രയും കോമ്പൗണ്ട്സ് ആണ് ബയോ മാക്രോ മോളിക്യൂളിൽ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ലിപ്പിഡ് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ലിപ്പിഡ് ഈസ് ആക്ച്വലി ഹാവിങ് ലെസ് ദാൻ 800 Dalton മോളിക്കുലാർ വെയിറ്റ്. ശരിക്കും അത് ഇവിടെ വരേണ്ടതായിരുന്നു. ലിപ്പിഡ് മോളിക്യൂൾ എവിടെ വരേണ്ടതായിരുന്നു? ബയോ മൈക്രോ മോളിക്യൂളിൽ വരേണ്ടതായിരുന്നു. പക്ഷെ ലിപ്പിഡ് മോളിക്യൂൾ ആസ് ഇറ്റ് ഈസ് ഹൈഡ്രോഫോബിക് ഇൻ നേച്ചർ, ദിസ് ലിപ്പിഡ്
molecule always it is seen in an aggregation. Lipid molecule എപ്പോഴും എങ്ങനെ കാണുള്ളൂ, ഒരു aggregated ഫോമിലേ കാണുള്ളൂ. So whenever we rupture the cell membrane of any cell, എല്ലാ സെല്ലിന്റെ സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ള എന്തുകൊണ്ടാണ്, ഫോസ്ഫോലിപ്പിഡ് കൊണ്ടാണ് കേട്ടോ. അതായത് ഇപ്പൊ നമ്മുടെ പ്രോകാരിയോട്ടിക് സെൽ എടുത്താലും യൂകാരിയോട്ടിക് സെൽ എടുത്താലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഓർഗാനിസത്തിന്റെ സെൽ എടുത്താലും അത് ഏതെങ്കിലും ഒരു ഭാഗത്തിന് സെല്ലിന്റെ ഏതെങ്കിലും ഒരു ഭാഗം യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരേപോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അതിന്റെ സെൽ മെംബ്രെയിൻ മാത്രമാണ് കേട്ടോ. പ്രോകാരിയോട്ടിന്റെ ആണെങ്കിലും യൂകാരിയോട്ടിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഓർഗാനിസംസ് ആണെങ്കിലും അതിന്റെ സെൽ മെംബ്രെയിൻ വന്നുണ്ടാക്കിയിട്ടുള്ള ഫോസ്ഫോലിപ്പിഡ് കൊണ്ടാണ്. സോ വി ക്യാൻ സേ the cell organelle which is maintaining uniformity in all type of living organism is nothing but cell membrane. അപ്പോൾ ഇവിടുത്തെ സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ള എന്തുകൊണ്ടാണ്, ഫോസ്ഫോലിപ്പിഡ് കൊണ്ടാണ്. അപ്പോൾ ഈ സെൽ മെംബ്രെയിനെ നമ്മൾ ഡിസ്റപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ലിപ്പിഡായിട്ട് സെപ്പറേറ്റ് ചെയ്യുകയല്ല ചെയ്യുക. എവിടെയൊക്കെ ലിപ്പിഡിന്റെ കഷ്ണങ്ങൾ റിമൂവ് ആയി പോകണോ അല്ലെങ്കിൽ a part of cell membrane when it is getting separate, that all together it will aggregate and it will form a vesicle like structure. ഒരു വെസിക്കിൾ പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും കേട്ടോ. അതാണ് അതിന്റെ aggregation എന്ന് പറയുന്നത്. aggregationൽ കാണുമ്പോൾ ഓൾവേസ് ഇറ്റ് വിൽ ഷോ മോർ ദാൻ 10,000 Dalton molecular weight. അതല്ലെങ്കിൽ സിംഗിൾ molecule of lipid it will be always having less than 800 Dalton. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ബോർഡ് ലെവലിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് ലിപ്പിഡ് ഈവൻ ദോ ദേ ഹാവ് ലെസ് ദാൻ 800 Dalton molecular weight, why it has included in biomacromolecule? See, lipid it is always seen in an aggregation as it is a hydrophobic compound. Because of that, the molecular weight of single lipid to calculate it is difficult. So we will see the lipid in an aggregation that will be having more than 10,000 Dalton. That is the reason we are representing lipid in the biomacromolecule. Okay, so here the biomacromolecule അല്ലെങ്കിൽ components of this cell fractionation അല്ലെങ്കിൽ components of this cell which is present after the fractionation of the cell അല്ലെങ്കിൽ സെല്ല് ട്രൈക്ലോറോഅസറ്റിക് ആസിഡിൽ ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഫ്രാക്ഷൻസിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടാകുന്നതാണ് നമ്മളിവിടെ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഇറ്റ് വിൽ ബി അറൌണ്ട് 70 to 90%, protein 10 to 15% will be there, carbohydrate 3% will be there, lipids 2% will be there, nucleic acid 5 to 7% and ions it is 1%. Okay, ഇതിന്റെ ഈ പെർസെൻറ്റേജ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ യു ഹാവ് ടു സ്റ്റഡി ദാറ്റ്. ഓക്കെ, അതൊക്കെ മഗപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിനകത്ത് അബണ്ടൻ്റ് ആയിട്ട് കാണുന്ന എന്താണ്, വാട്ടർ ആണ്. ബിക്കോസ് ഓഫ് ദിസ് വാട്ടർ ഇറ്റ് ഈസ് എ ബെസ്റ്റ് സോൾവെന്റ് ഇൻസൈഡ് ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിലെ ഏറ്റവും ബെസ്റ്റ് സോൾവെന്റ് ആണ് ഈ പറയുന്ന വാട്ടർ. അതേപോലെ ദിസ് വാട്ടർ ഇറ്റ് ഗീവ് എ മീഡിയം ഫോർ ദ ബ്രൗണിയൻ മൂവ്മെന്റ് ഓഫ് ദിസ് ബയോമോളിക്യൂൾ ഇൻസൈഡ് ദ സൈറ്റോപ്ലാസം. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് മൂവ്മെന്റ് ഓഫ് ബയോമോളിക്യൂൾ വി ക്യാൻ സീ ദ മെറ്റാബോളിക് റിയാക്ഷൻസ് occurs fast with the help of enzymes also. എൻസൈംസും അതുപോലെ തന്നെ ഈ വാട്ടർ മീഡിയം ഒക്കെ ഉള്ളത് കൊണ്ടാണ് ആ സെല്ലിന്റെ ഉള്ളിലുള്ള ബയോമോളിക്യൂൾസ് വളരെ ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും. അതേപോലെ മെറ്റാബോളിക് activities inside the cell it is occurring without any disruption or without any disturbance. It is happening because of this water medium. So here water medium it is acting as a solvent as well as it will give a medium for the Brownian movement of these biochemicals or the metabolites for the metabolic reaction. Because of this the cell will be always alive. Cell എപ്പോഴും alive ആയിരിക്കും. നമ്മൾ പറഞ്ഞു metabolic reaction that is a definite character, definite feature of living organism. There we can see always the movement inside the cell because of this metabolic activity. ആ metabolic activity സ്റ്റോപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, അവിടുത്തെ ആ സെല്ല് ചത്തുപോയി എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. the cell will be dead. So here we can say water is an abundant molecule or abundant component chemical which is present in the living cell and it gives medium for the biochemical activities as well as it acts as a good solvent inside the cytoplasm. Because of that the cell is alive. ഇനി നമുക്ക് ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ബയോമൈക്രോമോളിക്യൂളും വാട്ടറിന്റെ ഇമ്പോർട്ടൻസും പറഞ്ഞു. ഇനി നമുക്ക് ആ ഓരോ മോളിക്യൂളിന്റെ പെർസെൻറ്റേജ് വൈസും പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഈ ഓരോ ബയോമൈക്രോ മോളിക്യൂളിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഈ ഓരോ ബയോമൈക്രോ മോളിക്യൂൾ ഉണ്ടാക്കിയിട്ടുള്ള ബയോമൈക്രോമോളിക്യൂൾ കൊണ്ടാണ് ബയോമൈക്രോമോളിക്യൂളിന്റെ molecular weight 800 Dalton താഴെയായിരിക്കും. ലിപ്പിഡ് ആക്ച്വലി ഇറ്റ് ഈസ് എ ബയോമൈക്രോമോളിക്യൂൾ ബട്ട് ആസ് ഇറ്റ് ഈസ് seen in an aggregation
it is considered as biomicromolecule because it show more than 10,000 Dalton in an aggregation. Because of its hydrophobic nature, they are showing this aggregation property. Now next session la namukku proteins, protein structure എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്, different types of proteins ഏതൊക്കെയാണ്, these all things we will study in the next session.